അറിയില്ല. പല്ലോണ്ട് എങ്ങനെയാക്കിയത്? പല്ലോണ്ട് എങ്ങനെയാക്കിയത് കുഞ്ഞാ? ഡാൻസ് കളിക്കട്ടെ? ഡാൻസ് കളിച്ചിട്ടൊരു വീഡിയോ എടുക്കും. തലേത്തെ ഹർബിന്റെ കോട്ടെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ്. അപ്പോൾ അതാ ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന പോലെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അതാ നമുക്ക് കടും വേനലും ചൂടൊക്കെ അല്ലേ, മഴ പെയ്യാണ്ട് ഒരു രക്ഷയില്ല അല്ലേ. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം റിസപ്ഷന് പോയ വീഡിയോ ആണ് കേട്ടോ. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം റിസപ്ഷനാണ് കേട്ടോ. കല്യാണം ഇത്തിരി ലോങ് ആയ കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അടുത്ത് തന്നെ ചെറുതുരുത്തി സുന്ദര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 6:30-7 മണി ആ ടൈമിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോറി, അധികം ആൾക്കാരില്ല എന്നല്ല, ഞങ്ങൾക്ക് അറിയാവുന്ന അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് സനീഷ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു സുഹൃത്ത് ബന്ധം ഇപ്പോഴും നിലനിന്ന് പോകുന്നു, നല്ല രീതിക്ക് തന്നെ നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ്. ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ ഒരുപാട് ആൾക്കാർ, ഫാമിലീസും എല്ലാവരും വന്നിട്ട് എന്താ പറയുക, തിരക്കൊഴിഞ്ഞ സമയമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനെന്ന് വെച്ചാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് വരാണ്ടായിരുന്നു. നമ്മൾ 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച് ഒരുപാട് ഫ്രണ്ട്സൊക്കെ വരാണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെന്താ പറയുക, ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസം. വേറെ ഇപ്പം എന്താ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുപാട് വർഷത്തിന് ശേഷം, ഇപ്പം അന്ന് 10 കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇന്നായിരിക്കും ഇത്രയും പേരൊന്നും ഒന്നിച്ച് കണ്ടിട്ടുണ്ടാവുക. 10 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു ദിവസമായിരുന്നു കേട്ടെന്ന്. പലരും തന്നെ പല സ്ഥലത്തായകാരണം, ഗൾഫിൽ, ഖത്തറിൽ, പിന്നെ അതുപോലെ കല്യാണം കഴിച്ചിട്ട് പല സ്ഥലത്തേക്കൊക്കെ പോയ കാരണം നമുക്കൊരു മീറ്റപ്പോ അതുപോലെ ഗെറ്റ് ടുഗദർ അതൊന്നും തന്നെ വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കണ്ടപ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷത്തെ കേട്ടോ. എല്ലാവരും കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ കാണുന്നത്. അപ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. സത്യം പറഞ്ഞാൽ ആർക്കും ഒരു ചേഞ്ചും ഇല്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അന്നത്തെ ഞങ്ങളുടെ 10ാം ക്ലാസ് എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി കണ്ടപ്പോഴും ഉണ്ടായിരുന്നത്. എല്ലാവരെയും കൂടി ഒന്നിച്ച് എല്ലാവരും കണ്ടപ്പോൾ സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ് കേട്ടോ സത്യം. ഇതിൽ തന്നെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകൾ വരാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വരാത്തവരൊക്കെ നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ലോങ് ഉള്ളവർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. ക്യൂ നിൽക്കുക തന്നെയായിരുന്നു. ഞങ്ങൾ സ്റ്റേജിലൊന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലീസും അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് കയറിയത്. പിന്നെ ഞാനത് ഗിഫ്റ്റ് നമ്മുടെ ഫ്രണ്ട് തന്നെ ഫോട്ടോ ഫ്രെയിം വർക്ക് ചെയ്ത് തന്നതാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ സനു കയ്യിൽ പിടിച്ചിട്ട് ആർക്കും തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആ തിരക്കിനിടയിൽ നമ്മുടെ 10ാം ക്ലാസ്സിലത്തൊക്കെ പഴയ വിശേഷങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെൺകുട്ടീനെ നമ്മൾ ഓരോരുത്തരെ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞത് നമ്മളെല്ലാവരെയും അവൾക്ക് പരിചയമുണ്ട്, എല്ലാവരെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കും, തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെന്താ, ഞാൻ കൊടുത്ത ഫോട്ടോ ഫ്രെയിം നമ്മൾ ഗിഫ്റ്റ് കൊടുത്തല്ലോ, അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് തന്നെ പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അവർ 2 പേരും കൂടി നിൽക്കുന്ന ഫോട്ടോഷൂട്ടിലത്തെ ഒരു പിക്കായിരുന്നു കേട്ടോ. 1-2 പിക്കൊക്കെ കൂടിയിട്ടായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് കാജ ഹുസൈനായിരുന്നു കേട്ടോ ഈ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്.
ഞങ്ങൾ സത്യം പറഞ്ഞ കല്യാണം എല്ലായിട്ടും അടിച്ചു പൊളിച്ചിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കിപ്പോൾ തിരിച്ച് കിട്ടിയ പോലെ ആയിരുന്നു. ഏറ്റവും നല്ലൊരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കേണ്ട ഒരു തിരക്കിലായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും പൊറാട്ടയും എല്ലാ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിലുപരി മനസ്സ് നിറഞ്ഞു എന്ന് പറയും. ഇവരെ കണ്ടതിലുള്ളൊരു സന്തോഷം എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഫാമിലീനെ മറന്നൊരു അവസ്ഥയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത്രയും വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ ഇവരെ കണ്ടപ്പോൾ എനിക്കുണ്ടായിരുന്നത്. നമ്മുടെ സനു പൊറോട്ട മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏട്ടനും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഓരോ ഫ്രണ്ട്സും കുറച്ച് ലേറ്റായിട്ടൊക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എത്ര വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പഴയ ഓരോ കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെ ഓരോ തമാശകളും എന്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങൾ തീരുന്നുണ്ടായിരുന്നില്ല. പിന്നത്തെ ലാസ്റ്റ് ആയപ്പോൾ അവിടെ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ വക ഡാൻസ് പ്രോഗ്രാമും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ സനുവിനെ സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏട്ടൻ സനുവിനെ കയറ്റി കൊടുത്തപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാറ്റയ്ക്കും കയറാനിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 പേരും സ്റ്റേജിലൊക്കെ കയറി എന്തൊക്കെയോ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഇടയിൽ കൂടെ കുഞ്ഞാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും സനു ഡാൻസ് കളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ സനുവിനനുസരിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ സ്റ്റേജിൽ കയറുക, ഡാൻസ് കളിക്കുക, ഇങ്ങനെ വല്ല ഫങ്ഷനോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പാട്ട് പാടുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി തന്നെയാണ് കേട്ടോ. ഒരു പക്ഷെ നമ്മൾ സനുവിനെ പഠിപ്പിച്ച് ഡാൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിലൊക്കെ കയറ്റി കാണിച്ചാൽ ചിലപ്പോൾ അവൾ കളിച്ചു എന്ന് വരില്ല. അവൾക്ക് അതിനോട് താല്പര്യമില്ല. ഓൺ ദി സ്പോട്ടിൽ ചെയ്യണം കേട്ടോ അവൾക്ക് ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഉണ്ട് അവൾ. അവർക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ കുഞ്ഞു പിള്ളേർ കളിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഏട്ടൻ പോയിട്ട് വേഗം എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മുടെ സനു കാണിച്ചാൽ വരാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ അങ്ങനെ 2 പേരിനും പുറത്തേക്കൊക്കെ ഇറക്കി. പിന്നെ നമ്മൾ ഇരുട്ടായപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാണ്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു ഹാപ്പി മൂമെൻ്റ് തന്നെ ആയിരുന്നു.